ഇന്ന് പെസഹ വ്യാഴം യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രിസ്ത്യൻ വിശ്വാസികൾ പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. ചിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുറിച്ചു പങ്കിട്ടതുപോലെ നമുക്ക് മുറിച്ചു പങ്കിടാൻ കഴിവുള്ളവരാകാം. കർത്താവ് കാല് കഴുകി വിനയത്തിൻ്റെ അടയാളം പ്രകടിപ്പിച്ചതുപോലെ വിനീതരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കരം കൊടുക്കുന്ന നല്ല സമ്പ്രദായക്കാരാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാവ പാമ്പാടി ദേറായിൽ പെസഹ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകി. പുലർച്ചെ 2 മണിക്ക് പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. അവനവരോട് ഞാൻ പീഡ അനുഭവിക്കുന്നു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് പീഠാനുഭവത്തിലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. അന്ത്യത്താഴത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിനം. എങ്ങനെയാണ് പള്ളികളിലെ ശുശ്രൂഷകളൊക്കെ പുരോഗമിക്കുന്നത്? വൈകുന്നേരവും ഉണ്ടല്ലോ ചില പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിൻ്റെ സ്മരണ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ ദിനാചരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽകഴുകൽ ശുശ്രൂഷ തന്നെയാണ്. എളിമയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം പ്രതീകമായി ക്രിസ്തുദേവൻ തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നത് ഓർമ്മ പുതുക്കിക്കൊണ്ട് അതിൻ്റെ ദിനാചരണ ചടങ്ങുകളാണ്, ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട് പുരോഹിതൻ ഒരു സ്മരണ പുതുക്കൽ ചടങ്ങുകൾ ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നു. എറണാകുളത്ത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. അവിടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടൊപ്പം തന്നെയാണ് വിവിധ ദേവാലയങ്ങളിലും ചടങ്ങുകൾ നടന്നു. ഇതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നുകൂടി ഈ പെസഹയ്ക്ക് വിശേഷണമുണ്ട്. ഹിബ്രു ഭാഷയിൽ കടന്നുപോകൽ എന്നാണ് പെസഹയുടെ അർത്ഥം. അതുപോലെ ഭവനങ്ങളിൽ ഓരോരുത്തരും തന്നെ കുടുംബനാഥൻ ഈ തിരുവത്താഴത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് കുടുംബനാഥൻ പുളിപ്പില്ലാത്ത അപ്പം കുടുംബാംഗങ്ങൾക്ക് പകർന്നു നൽകുക എന്നൊരു ചടങ്ങ് കൂടി വീടുകളിൽ നടക്കും. വൈകുന്നേരങ്ങളിൽ അത്തരമൊരു ചടങ്ങ് കൂടി നടക്കും. പിന്നീടുള്ള ഈ ഒരു വിശുദ്ധ വാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദിവസം ഓശാന ഞായറോടുകൂടി തുടങ്ങിയ ദിവസം ഇപ്പോൾ പെസഹ ആചരണത്തിന്റെ പെസഹ ദിനത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ദുഃഖവെള്ളി അടക്കമുള്ള പീഠാനുഭവ വാരത്തിന്റെ കൂടി ചടങ്ങുകളിലേക്ക് വരും ദിവസം കടക്കും. എന്തായാലും പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ മതമേലധ്യക്ഷന്മാർ തന്നെ നേതൃത്വം നൽകി. ലത്തീൻ സഭ പള്ളികളിൽ വൈകിട്ടാണ് പെസഹ ദിനാചരണ ചടങ്ങുകൾ നടക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പെസഹ ദിനത്തിൽ പ്രത്യേക ശുശ്രൂഷകൾ പള്ളികളിലൊക്കെ നടക്കുന്നു. വിവിധ സഭാ മേലധ്യക്ഷന്മാർ അതിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.